അഞ്ജലി അഞ്ജലി എന്താ രുക്മിണി? എന്താ രുക്മിണി, നീ എന്താ ഒന്നും പറയാത്തത്? ചന്ദ്രൻ എന്നോട് ക്ഷമിക്കണം. ഞാനൊരു വലിയ രഹസ്യം എന്റെ നെഞ്ചിൽ അടക്കി വെച്ചിട്ടുണ്ട്. അത് പറയാതെ സ്വസ്ഥത കിട്ടില്ല. രഹസ്യം? എന്ത് രഹസ്യം? അതവിടെ പ്രസാദിന്റെ കൂടെയുള്ള അഞ്ജലി ഇല്ലേ, അതാരാണെന്നറിയോ ചന്ദ്രേട്ടന്? അഞ്ജലി ആരാണ്? നീ എന്താ ഉദ്ദേശിക്കുന്നത്? ചന്ദ്രേട്ടൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ അവളെ. എന്ന് ഞാൻ കണ്ടു. അത് അഞ്ജലിയല്ല, തൃപ്പങ്കോട്ട് സുഭദ്രാമ്മയുടെ നേരനിയത്തി രാധകുഞ്ഞ. എത്രയോ തവണ ഈ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഞാൻ. എത്രയോ തവണ അമ്മാവൻ എനിക്ക് ഉരുട്ടി തന്നിട്ടുള്ളതാ. അവസാനമായിട്ട് ഒരുരുള അമ്മാവന്റെ കയ്യിൽ നിന്ന് ഒരുരുള ചോറ്. ഒരൊറ്റ തവണ പ്ലീസ്. ഞാൻ നേരിട്ട് കണ്ടത് ചന്ദ്രേട്ട തൃപ്പങ്ങോട്ട് രാധയെ. രാധ മാത്രല്ല, അവളുടെ രണ്ടനിയത്തിമാരാ ആര്യ എന്നും ആരതി എന്നുള്ള പേരിൽ അവിടെ വേഷം മാറി നിൽക്കുന്നത്. സത്യമാണോ രുക്മിണി നീ പറയുന്നത്? ഞാനിതെങ്ങനെ വിശ്വസിക്കും? ഞാൻ എന്റെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതാ അഞ്ജലി രാധയാണെന്ന്. ഞാൻ അവളോട് ആവശ്യപ്പെട്ടത് ചന്ദ്രേട്ടന് മുഖം കൊടുക്കാതെ മാറി നിൽക്കാനാ. അതിൽ കൂടുതൽ തെളിവ് വേണോ വിശ്വസിക്കാൻ? എന്റെ ദൈവമേ, രാധയിലേക്ക് ഒരിക്കലും എത്തരുതെന്ന് കരുതിയ ഇക്കാലം അത്രയും ഞാൻ അവനോട് യുദ്ധം ചെയ്തത്. ഒടുവിൽ അവൾ തന്നെ അവന്റെ കൂടെ ഉള്ളതെന്ന് പറയുമ്പോ എനിക്കൊന്നും പറയാനില്ല രുക്മിണി. ഇതാണ് ദൈവത്തിന്റെ കളിയെന്ന് മാത്രം മനസ്സിലായി. തീർച്ചയായും ഈശ്വരന്റെ കളി തന്നെയാ ചന്ദ്രേട്ട. അല്ലെങ്കിൽ അവരുടെ ആത്മബന്ധത്തിന്റെ ശക്തി. അല്ലാത്ത പക്ഷം ഒരിക്കലും അവർ ഒരുമിക്കില്ലായിരുന്നു, ഒരിക്കലും. പക്ഷേ രാധയാണ് അവന്റെ കൂടെയുള്ളതെന്ന് അറിഞ്ഞത് മുതല് എന്റെ നെഞ്ചിൽ തീയായിരുന്നു. മേഘനാഥൻ അവരെ ആക്രമിച്ച് നമ്മുടെ മോൻ മരിച്ചുവെന്ന് ദുസ്വപ്നം കണ്ട ഞാനിപ്പോ ഉണർന്നത് തന്നെ. തൃപ്പങ്ങോട്ടെ കുട്ടികളെ അവരെങ്കിൽ നീ പേടിക്കേണ്ട രുക്മിണി. അവരെ രക്ഷിക്കാൻ മറ്റാരുടെ ആവശ്യമില്ല. കളരിത്തറയിൽ പയറ്റി തെളിഞ്ഞവരാ അവര്.
സ്വന്തം തടി രക്ഷിക്കാൻ ആ പെൺകുട്ടികൾക്ക് കഴിയും. ഞാനോർത്തു രാധയുടെ കാര്യം പറയുമ്പോ ചന്ദ്രേട്ടൻ ഭയക്കുമായിരിക്കുമെന്ന്. ഇതിപ്പോ സമാധാനമായ പോലെയാണല്ലോ സംസാരം. സത്യത്തില് എനിക്കൊരു സമാധാനം ഇപ്പൊ തോന്നുന്നേ. രാധ എന്തെങ്കിലും അവനെ തേടി വന്ന എന്താകുമെന്നായിരുന്നു എന്റെ ഭയം. പക്ഷേ അഞ്ജലി ഇപ്പൊ എത്ര നാളായി അവന്റെ കൂടെയുണ്ട്? ഒരു മേഘനാഥനും അവനെ ഉപദ്രവിച്ചില്ലല്ലോ. നിന്റെ സ്വപ്നത്തിലല്ലാതെ എന്താ അതിന്റെ അർത്ഥം? എന്തർത്ഥം? മനസ്സിലായില്ല. മേഘനാഥനെ പ്രതിരോധിക്കാൻ ആ 3 പെൺകുട്ടികളും പഠിച്ചുവെന്ന, അല്ലെങ്കിൽ അയാളാ ലക്ഷ്യം ഉപേക്ഷിച്ചുവെന്ന. അത് ശരിയാ. മാത്രമല്ല, കേട്ടുകേഴ്വി വെച്ച് രാധ ഇവിടെ ഉത്സവത്തിന് വരുമെന്ന് ഉറപ്പാ. അതിനർത്ഥം അഞ്ജലി രാധയാണെന്ന് സ്വയം വെളിപ്പെടുത്തുമെന്നല്ലേ? അതെ. അന്ന് എന്തായാലും നമ്മുടെ മോൻ സത്യങ്ങളെല്ലാം മനസ്സിലാക്കും ചന്ദ്രേട്ടാ. അപ്പോ നമ്മളെ തള്ളിപ്പറഞ്ഞ് അഞ്ജലി അവൻ വിവാഹം കഴിക്കുകയും ചെയ്യും. എന്റെ സമ്മതം ഇല്ലാതെയോ? ഇത്രയും കാലം നമ്മൾ എതിർത്തില്ലേ, എന്നിട്ട് അവൻ രാധയെ മറന്നോ? മാത്രമല്ല, അഞ്ജലി പോലെ നല്ലൊരു പെൺകുട്ടി മുമ്പിൽ വന്നിട്ടും അവന്റെ മനസ്സിളകിയോ? ഇല്ലല്ലോ. എന്താ അതിന്റെ അർത്ഥം? ആരൊക്കെ എതിർത്താലും രാധയെ അവൻ കല്യാണം കഴിക്കുമെന്ന് തന്നെയാണ്. അതുകൊണ്ട് നമ്മളിങ്ങനെ വാശി പിടിച്ചിട്ട് എന്താ കാര്യം? തോറ്റു പോകുന്നല്ലാതെ ഒന്നുമില്ല. മക്കള് തോൽപ്പിക്കാൻ തീരുമാനിച്ച നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? തോൽക്കുക തന്നെ. അങ്ങനെ നിരാശപ്പെടരുത്. ജയിക്കാനുള്ള വഴിയും ചന്ദ്രേട്ടന്റെ മുമ്പിൽ തന്നെ ഉണ്ടെന്നാ എന്റെ അഭിപ്രായം. എന്തൊഴി? നാളെ അവരോട് ഇങ്ങോട്ട് വരാൻ പറ. എന്നിട്ട് ചന്ദ്രേട്ടൻ തന്നെ അവരോട് കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞ് വിവാഹം ഉറപ്പിക്കേ. എന്തു പറയുന്നു? നീ എന്തായി പറയുന്നേ? അതൊക്കെ ശരിയാവാൻ ഇനിയും ബുദ്ധിമുട്ടാ. ഒരു ബുദ്ധിമുട്ടുമില്ല. ചന്ദ്രേട്ടൻ സമ്മതിച്ചാ നേരിട്ട് ഞാൻ വിവരം വിളിച്ചു പറയാം അവരോട് ഇങ്ങോട്ട് വരാൻ. ഇനി എന്തിനാ ആലോചിച്ച് ഇങ്ങനെ കാട് കയറുന്നത്? നമ്മൾ പറയാവുന്നിടത്തോളം പറഞ്ഞില്ലേ, എതിർക്കാവുന്നിടത്തോളം എതിർത്തു. അതിന് പക്ഷേ വിപരീതമായിരുന്നു ഫലം. ദൈവനിശ്ചയം അതാവുമ്പോ ചിലപ്പോഴൊക്കെ നമുക്ക് വിട്ടുകൊടുക്കേണ്ടിയും വരും ചന്ദ്രേട്ടാ. തോൽവിയല്ല, അതും ഒരു ജയമാണെന്നങ്ങ് വിചാരിച്ചാ മതി. ഒന്നുമില്ലെങ്കിലും മക്കളെ നമ്മുടെ സ്വന്തം ചോര തന്നെയല്ലേ, ശത്രുക്കളൊന്നും അല്ലല്ലോ. ശരി, നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. ഞാനായിട്ട് എന്റെ മക്കളുടെ ജീവിതത്തിന് ഒരു തടസ്സം ആവുന്നില്ല. നിനക്കിഷ്ടം എന്താണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം. ഞാൻ അല്പം ഒന്ന് ഉറങ്ങട്ടെ. ഇതാരാണോ മനുഷ്യന് ഉറങ്ങാനും സമ്മതിക്കില്ല? ദൈവമേ, ഇത് രുക്മിണിയമ്മയാണല്ലോ. ഹലോ രുക്മിണിയമ്മ, എന്തു പറ്റി? ചന്ദ്രേട്ടന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഏയ്, അങ്ങനെ പേടിക്കാനൊന്നുമില്ല പുഷ്പ. ഞാനൊരു സന്തോഷ വാർത്ത പറയാനാ ഈ നേരത്തെ വിളിച്ചത്. സത്യം പറഞ്ഞ വിളി കണ്ടപ്പോ എന്റെ നെഞ്ചൊന്ന് കാളി. അശുഭ വർത്താനവും പറഞ്ഞല്ലേ ചന്ദ്രന്റെ അവിടെ നിന്ന് പോയത്? അത് അന്നേരത്തെ ദേഷ്യത്തിനല്ലേ പുഷ്പ. സമാധാനത്തിലും പിന്നെ ആലോചിക്കുമ്പോ മനസ്സിലാവില്ലേ കുട്ടികൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന്. അതെ അതെ, സത്യം. അത് മനസ്സിലാക്കി ക്ഷമിക്കാൻ തോന്നിയാൽ മതിയായിരുന്നു ചന്ദ്രേട്ടന്. തോന്നലല്ല, ക്ഷമിച്ചു കഴിഞ്ഞു. അക്കാര്യം പറയാനാ ഞാൻ ഈ നേരത്തെ വിളിച്ചത്. ചന്ദ്രേട്ടൻ പറഞ്ഞു എല്ലാവരോടും ഇങ്ങോട്ടൊന്ന് വരാനായിട്ട്. സത്യമാണോ? അതേന്നേ, ചന്ദ്രേട്ടന്റെ എന്റെ മനസ്സില് ചില പദ്ധതികളൊക്കെ ഉണ്ട്. എന്തൊക്കെയാണെന്ന് പറയൂ രുക്മിണിയമ്മേ. നല്ലതാണോ ചീത്തയാണോ എന്നറിയാലോ. എല്ലാം നല്ലത് തന്നെയാണ് പുഷ്പ. പക്ഷേ ഇപ്പൊ ഞാനായിട്ടൊന്നും പറയുന്നില്ല. എല്ലാം നേരിട്ട് ചന്ദ്രേട്ടൻ തന്നെ പറഞ്ഞോളൂ. ഒന്നും പറഞ്ഞില്ലെങ്കിൽ പിന്നെ എന്ത് കാരണം പറഞ്ഞാ എല്ലാരെയും കൂട്ടിക്കൊണ്ടുവരുന്നേ? ഇവിടെ ക്ഷേത്രത്തിൽ ഉത്സവമല്ലേ, പൂർണ്ണ കുംഭപ്രദക്ഷിണവും ഉടവാൾ പൂജയുണ്ട്. അത് കൂടാൻ വരണോന്ന് പറഞ്ഞാ മതി. ആ, അത് ശരിയാ, അത് പറയാൻ പറ്റും. പറഞ്ഞ മാത്രം പോരാ, നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുവരികയും വേണം. പ്രത്യേകം പറയണ്ടല്ലോ.
മക്കള് 3 പേര് മാത്രം പോരാ, ആ 3 പെൺകുട്ടികളെയും കൊണ്ടുവരണം. ആ രുക്മിണിയമ്മ രണ്ടും കൽപ്പിച്ചാണല്ലോ. അപ്പൊ വലിയ എന്തോ സന്തോഷം അവിടെ കാത്തിരിപ്പുണ്ടെന്ന് അർത്ഥം. അങ്ങനെ തന്നെ കൂട്ടിക്കോ. പക്ഷേ ഒന്നും വിട്ടു പറയണ്ട അവരോട്. ഓ, സർപ്രൈസ് ആയിരിക്കും അല്ലേ? ശരി ശരി, ഞാൻ വന്നോളാം അവരെയും കൂട്ടി. ശരി പുഷ്പ, ഇപ്പൊ ഞാൻ ഫോൺ വെക്കുവാണേ. ശരി. എന്റെ തൃപ്പങ്ങോട്ടപ്പ എല്ലാം കലങ്ങി തെളിയുന്ന ലക്ഷണമാണല്ലോ. രക്ഷിക്കണേ. പിടിച്ചോ. പറഞ്ഞതിന്റെ ഇരട്ടി. ഒരു തരത്തിലും ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവരുത്. അവൾ ഇനി ഒരു കാരണവശാലും രക്ഷപ്പെടാൻ പാടില്ല. മനസ്സിലായോ? മനസ്സിലായി സാർ. ഇത്രയും നാളും എന്റെ മൂക്കിന് കീഴെ ഒളിച്ചിരുന്ന അവനും അവളും കൂടി എന്നെ കബളിപ്പിച്ചു. സത്യം പറഞ്ഞ അപ്പ തന്നെ രണ്ടിനെയും വെട്ടി എറിഞ്ഞ് തുണ്ടം തുണ്ടമാക്കി നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കേണ്ടതായിരുന്നു. പക്ഷെ ഈ മേഘനാഥന്റെ ഒരു രീതി അങ്ങനെ അല്ലാതായിപ്പോയി. ഇത്തവണ എന്റെ കൺമുന്നിൽ അവരെ നേരിട്ട് കിട്ടണം. അക്കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. മനസ്സിലായോ? അത് ഞങ്ങൾ ഏറ്റു സാർ, വാക്കാണ്. പിന്നെ അത് ഞങ്ങൾ ഏറ്റു സാറേ. നടന്നത് തന്നെ. നീയൊക്കെ ഇതെന്തറിഞ്ഞിട്ടാ എല്ലാം ഏറ്റെന്നും പറഞ്ഞ് കച്ചം കെട്ടി പോണത്? പുലിമടയില ചെന്ന് കയറി കൊടുക്കാൻ പോണത് അറിയാമോ നിനക്കൊക്കെ? ഏയ്, താനെന്താടോ അവരെ ഭയപ്പെടുത്തുകയാണോ? ഭയപ്പെടേണ്ട കാര്യങ്ങൾ ഭയപ്പെടുത്തുക തന്നെ വേണം സാർ. ഇവന്മാരെക്കാലം വണ്ണത്തിലും എണ്ണത്തിലും ഗുണത്തിലുമുള്ള എത്ര പേരെ നമ്മൾ അയച്ചു കഴിഞ്ഞതാ. എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടായിരുന്നോ ഇതുവരെ? മറ്റുള്ളവരെ പോലല്ല ഞങ്ങൾ. കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നിരിക്കും. സെയിം ഡയലോഗ്. ഒന്ന് വാ അടച്ചിരിക്കൂ, ഞാൻ സാറിനോട് സംസാരിക്കട്ടെ. എന്താടോ, എന്താ പ്രശ്നം? പ്രശ്നമുണ്ട് സാറേ, പ്രശ്നമുണ്ട്. ആ പ്രസാദ് എന്ന് പറയുന്നവൻ അത്ര മോശമല്ലെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. മുമ്പ് നമുക്ക് ആളറിയില്ലായിരുന്നേ ഉള്ളൂ. അപ്പോഴൊക്കെ നമ്മൾ അയച്ച സകലവന്മാരെയും അപ്പോൾ ഒറ്റയ്ക്ക് എന്നല്ലേ അടിച്ചിഞ്ചപ്പരുവാക്കി തിരിച്ചു വിട്ടത്. മറന്നുപോയോ സാറത്? ഞാനൊന്നും മറന്നിട്ടില്ലടോ. മറക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ അത്. കൊള്ളാം. എന്നിട്ടാണ് സാറ് ഇപ്പോഴും യവന്മാരെ വീട് കയറി ആക്രമിക്കാൻ പറ്റുന്നത്. പ്രസാദ് ഒറ്റയ്ക്കുണ്ടായിരുന്നാൽ തന്നെ യവന്മാരൊരു പുണ്ണാകം ചെയ്യൂല. അപ്പോഴാ അവനെ കൂടാതെ വേറെ ആണുങ്ങളുള്ള വീട്ടിലേക്ക് ഇവരെ കയറ്റി വിടുന്നത്. ഇവൻ്റെയൊക്കെ എല്ലും പല്ലും നഖവും മുടിയൊക്കെ പറക്കാനേ നമ്മൾ തന്നെ പോവേണ്ടി വരുമെന്നാണ് എൻ്റെ സംശയം. നോ 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 നോ, ഇത്തവണ താൻ ഭയക്കുന്നത് പോലെ ഒന്നും ഉണ്ടാവില്ലടോ മനുഷ്യ. ഇത്തവണ ചില കണക്കുകൾ കൂട്ടിയും കിഴിച്ചുമാണ് ഈ മേഘനാഥൻ ഇറങ്ങിയിരിക്കുന്നത്. ഇവന്മാർക്ക് ധൈര്യമായിട്ട് അവിടെ കയറി ചെല്ലാൻ പറ്റും. പുഷ്പം പോലെ 3 പെണ്ണുങ്ങളെയും നുള്ളി എടുത്തുകൊണ്ട് വരാൻ പറ്റും. അതുറപ്പാ. പിന്നെ നടന്നത് തന്നെ. അപ്പം ആ വീട്ടിലെ ആണുങ്ങളെല്ലാം ഉറങ്ങിക്കിടക്കുകയാണെന്നാണ് സാറിൻ്റെ കണക്കൂട്ടൽ. അത് സർപ്രൈസ്. എന്തായാലും ഇവന്മാരാ വീട്ടിൽ ചെല്ലുമ്പോ അവിടെ ഒറ്റ ആണുങ്ങളും ഉണ്ടാവില്ല. അത് ഈ മേഘനാഥന്റെ വാക്കാ. അതെങ്ങനെ? ഒന്ന് പറ സാറേ, കേക്കട്ടെ ഞങ്ങള്. കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണോ മണിച്ച? വേണോ? വേണ്ട. കാണാൻ പോകുന്ന പൂരം കണ്ടു തന്നെ അറിഞ്ഞാ മതി. അതാ അതിന്റെ ഒരു രസം. മനസ്സിലായോടോ മണിവർണ്ണൻ പിള്ള? എന്തായിരിക്കും സാർ ഉദ്ദേശിക്കുന്നത്?
ദാ സുലൈമാൻ റെഡി. അപ്പോഴേ നിങ്ങളൊക്കെ എന്ത് തീരുമാനിച്ചു? ഞാൻ എന്തായാലും രുക്മിണി അമ്മയ്ക്ക് വാക്ക് കൊടുത്തു, നാളെ നിങ്ങളെ എല്ലാവരെയും കൂട്ടി നാട്ടിലെ വീട്ടിലേക്ക് ചെല്ലാമെന്ന്. അല്ല പുഷ്പേട്ട, ഞങ്ങളറിയാത്ത എന്തെങ്കിലും പ്ലാനോ പദ്ധതി ഉണ്ടോ നിങ്ങൾക്ക്? എന്ത് പ്ലാൻ? നീ എന്താ പ്രസാദ് ഈ പറയുന്നേ? അല്ല, അമ്മ ഞങ്ങളെ വിളിക്കാതെ പുഷ്പൻ ചേട്ടനെ മാത്രം വിളിക്കുന്നു. എല്ലാവരെയും കൂട്ടിക്കൊണ്ട് ചെല്ലണമെന്നും പറയുന്നു. ഇതിലെന്തെങ്കിലും ഗൂഢാലോചന ഉണ്ടോ എന്ന് ചോദിച്ചതാ ഞാൻ. എന്ത് ഗൂഢാലോചന? അത് കൊള്ളാം. ഞാൻ എന്തായാലും നിങ്ങളെ നിങ്ങളുടെ സ്വന്തം വീട്ടിലേക്ക് ചെല്ലണമെന്ന കാര്യമാ പറഞ്ഞത്, അല്ലാതെ കൊള്ളസംഘത്തിലേക്ക് പോകണമെന്നല്ല. ഞങ്ങൾ റെഡിയാ പുഷ്പൻ ചേട്ടാ. അച്ഛന്റെ അമ്മയുടെ മനസ്സ് മാറുക തന്നെ നല്ല കാര്യം. നാളെ വെളുപ്പിന് തന്നെ നമ്മളെല്ലാവരും ഇവിടുന്ന് പുറപ്പെടുന്നു. അതാണ് തീരുമാനം. സോറി, എന്നെ അതിൽ കൂട്ടണ്ട കേട്ടോ. ഞാൻ വരുന്നില്ല, നിങ്ങൾ തനിയെ പോയാ മതി. അയ്യോ, അത് പറ്റില്ല. എല്ലാരെയും കുട്ടികളോടൊന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എല്ലാരും വന്നേ പറ്റൂ. വേണ്ട പുഷ്പൻ ചേട്ടാ, അമ്മ എന്തായാലും എന്നെ ഉൾപ്പെടുത്തില്ല എന്നുറപ്പാ. മകന്റെ ഭാര്യയായി മുഖം മൂടി വെച്ച് നടന്ന ഒരു പെണ്ണല്ലേ ഞാൻ. ഒരമ്മയ്ക്കും അത് ക്ഷമിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്നെ വിട്ടേക്ക്, ഞാനില്ല കൂടെ. അല്ല അഞ്ജലി, നീ ഇവിടെ അത് ഇരുന്നേ. നീ ഇരുന്ന് കഴിക്കേ, സമയമുണ്ടല്ലോ. നമുക്ക് പറഞ്ഞ് ശരിയാക്കാം. കഴിക്കേ. ഞങ്ങൾക്കൊരു കാര്യം അറിയണം. എന്താ വല്യേച്ചി ഞങ്ങളോടൊപ്പം നാട്ടിലേക്ക് വരാത്തത്? ഞാൻ ഈ പാതിരാത്രി തന്നെ ഇവിടുന്ന് പോവാ. ഈ പാതിരാത്രിയിലോ? അതെ, തൃപ്പങ്ങോട്ട് നിന്ന് വണ്ടി വരും. എനിക്ക് പോണം. കൊടുത്ത വാക്കാണ്, പോയേ പറ്റൂ. ഇല്ല, ചേച്ചി തനിച്ചു പോവാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ദേ ആരതി, ഉറക്കെ സംസാരിച്ചൊരു സീനുണ്ടാക്കരുത്. എനിക്ക് പോയേ പറ്റൂ. തൃപ്പങ്ങോട്ട് തറവാട്ടിലെ മൂത്ത പെൺകുട്ടി ചെയ്യേണ്ട കർമ്മങ്ങളാ അവിടെ കാത്തിരിക്കുന്നത്. പക്ഷേ അയാള് വരൂ അവിടെ, ആ മേഘനാഥൻ. എനിക്ക് ഉറപ്പാ അവിടെ ആ ശ്രീമൂല സ്ഥാനത്ത് കയറും മുമ്പ് തന്നെ ചേച്ചി അയാൾ ഉപദ്രവിക്കും. അച്ചട്ടാ അത്. ആയിക്കോട്ടെ, മരിക്കാനും തയ്യാറായിട്ടാ ഞാൻ പോകുന്നത്. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഞാനതിന് തയ്യാറെടുത്തു കഴിഞ്ഞതാ. ഒരു കാര്യം മാത്രം നിങ്ങൾ എനിക്ക് ഉറപ്പു തരണം. അപ്പുറത്ത് നമ്മുടെ അച്ചൂട്ടൻ ഉറങ്ങുന്നുണ്ട്. അവന് ഒരിക്കലും ഒരാപത്തും വരരുത്. സുഭദ്രാമ്മ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുക. എന്റെ ഈശ്വര, എന്തൊക്കെയാ പറയുന്നേ? ചേച്ചിക്ക് പകരമാവോ ഞങ്ങള്? അല്ലെങ്കിൽ തന്നെ ചേച്ചിക്ക് എന്തെങ്കിലും പറ്റിയാ ഞങ്ങൾ ജീവിച്ചിരിക്കുന്നു തോന്നുന്നുണ്ടോ? എന്റെ നിയോഗമാ മോളെ ഇത്. അതുപോലെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും വല്യേച്ചിക്ക് ഒന്നും സംഭവിക്കില്ല, എനിക്ക് ഉറപ്പാണ്. ആര് പറഞ്ഞു അത്? മേഘനാഥൻ അവിടെ ചേച്ചിയുടെ വരവും കാത്തിരിക്കുവാണെന്ന് അറിയാഞ്ഞിട്ടാണോ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? അതിന് അയാള് തൃപ്പങ്ങോട്ടില്ലല്ലോ, അയാൾ ഇവിടെയല്ലേ. മേഘനാഥൻ തൃപ്പങ്ങോട്ടില്ല, ഇവിടെയാണ് ഉള്ളതെന്ന് നിനക്കെന്താ ഇത്ര ഉറപ്പ്? പറ കുഞ്ഞോളെ,
നിനക്ക് ഇത്രയ്ക്ക് ഉറപ്പുണ്ടെങ്കിൽ അതിനർത്ഥം മേഘനാഥൻ ഇവിടെ എവിടെ ഉണ്ടെന്ന് നിനക്കറിയാം. പറയൂ, നീ കണ്ടിട്ടുണ്ടോ അയാളെ? കണ്ടു. കാണാൻ മാത്രമല്ല സംസാരിക്കുകയും ചെയ്തു. ആദ്യം ഞാനും കുഞ്ഞേച്ചിയും കൂടെയാ കണ്ടത്. വല്യേച്ചിയെ ഭയപ്പെടുത്തണ്ടെന്ന് കരുതിയിട്ടാ അന്ന് പറയാതിരുന്നത്. അത് കുറെ മുന്നേ അല്ലേ? അതുകൊണ്ട് മാത്രം അയാൾ എവിടെയാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ലല്ലോ. പറ്റും. അയാളെ ഞാൻ പിന്നെയും കണ്ടു. ഞാൻ മാത്രമല്ല, ഹരിയേട്ടനും പ്രസാദേട്ടനും, എന്തിന് അച്ചു പോലും അയാളെ കാണുകയും ഇടപെടുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ. നീ എന്തൊക്കെയായി പറയുന്നേ? അച്ചു മേഘനാഥന്റെ മകനാണ്. അതറിയാവുന്ന അയാള് അച്ചുവിനെ തിരികെ അയക്കോ? അച്ചൂട്ടിനെ അയാൾക്ക് മനസ്സിലാവാത്തതുകൊണ്ടാ. ഒരു പ്രസാദിന്റെയും ഒരു അഞ്ജലിയുടെയും മകൻ മാത്രമാ അയാൾക്ക് അച്ചു തന്ന കുട്ടി. അച്ചുവിന് അയാൾ നാഥനങ്ങളും. നാഥൻ സാറോ? യെസ്. അയാൾ വെറും നാഥനല്ല, മേഘനാഥനാ.